വിശ്വാസികളെ പാലക്കാട് എന്താണുള്ളത്? നിങ്ങളുടെ ശോഭയുടെ കെമിസ്ട്രിയും വർക്കൗട്ട് ആകുമ്പോൾ ഒരു സ്മാർട്ട് സിറ്റി കിട്ടിയിട്ടുള്ളത് പാലക്കാടിനാണ്. നന്ദി പറഞ്ഞില്ലെങ്കിലും നന്ദികേട് കാട്ടാൻ പാടുണ്ടോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. യുവജന ശാക്തീകരണത്തിനായി 650 കോടിയുടെ സമഗ്ര കർമ്മ പദ്ധതികൾ. ആഗോളതലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെയും തൊഴിലവസരങ്ങളുടെയും പുതിയ ലോകത്തേക്ക് യുവതലമുറയെ കൈപിടിച്ചുയർത്താനുള്ള രൂപരേഖ. കുതിച്ചുയരുന്ന വിദ്യാഭ്യാസ ചെലവും പഠിച്ചിറങ്ങിയാൽ നേരിടുന്ന തൊഴിലില്ലായ്മയും പാലക്കാട്ടെ യുവതിയുവാക്കളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഉയർന്ന ഫീസ് നൽകി വലിയ നഗരങ്ങളിൽ പോയി പഠിക്കാൻ സാഹചര്യമില്ലാത്ത ഡിഗ്രി കഴിഞ്ഞിട്ടും ഒരു ജോലിക്കായി അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ചേക്കേറേണ്ട നിസ്സഹായം രൂപരേഖ. യുവതി യുവാക്കളെ വലിയ ഉയർന്ന വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന പാലക്കാടിനെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് MLA ഹൃദയപൂർവ്വം നമസ്കാരം. ഓരോരുത്തരെയും നേരിൽ അത് സംഭവമല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ഓരോ പ്രദേശത്തും നൽകുന്ന സ്വീകരണത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. സഹോദരന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കണ്ണാടിയിലെയും മാത്തൂരിലെയും പിരായിരിയിലെയും ആരാധനായിട്ടുള്ള കാർഷിക വകുപ്പ് ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻ എന്നാണ്. വലിയ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി 5 വർഷം 10 വർഷം 15 വർഷം ഭരണകൂടത്തിന്റെ സാരഥ്യത്തിൽ ഇരുന്നതിനു ശേഷം പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് അവരോധിച്ചു. അദ്ദേഹം ഇന്ന് കണ്ണാടി പഞ്ചായത്തിൽ വന്ന് അദ്ദേഹം ജനാധിപത്യ വിശ്വാസികളോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് പശുവിനെ വളർത്താൻ, നിങ്ങൾക്ക് ആടിനെ വളർത്താൻ, നിങ്ങൾക്ക് മത്സ്യകൃഷി ചെയ്യാൻ, നിങ്ങൾക്ക് പാടശേഖരത്തിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ ആ നെല്ലിന് 3 ദിവസം കൊണ്ട് പണം തരാൻ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്ക് കൊടുത്തയക്കുന്ന പൈസ എന്തു ചെയ്തു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ കൃഷി വകുപ്പ് മന്ത്രി പറയുകയാണ്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്തും നെല്ല് വാങ്ങിയാൽ, കർഷകന്റെ ഉൽപ്പന്നം വാങ്ങിയാൽ 3 ദിവസത്തിനകം കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്തയക്കുകയാണ്. എവിടെ പോയി ആ പണം? എന്തേ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നില്ല? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി പറയുന്നത്, നിങ്ങളുടെ നെല്ല് വാങ്ങാൻ 3 മാസക്കാലം കാത്തിരിക്കണമെന്നാണ്. പ്രൊക്യൂർമെന്റിന് വേണ്ടി മാസങ്ങൾ കാത്തിരിക്കണം. അത് കഴിഞ്ഞാൽ ഒരു കടബാധ്യതയുമില്ലാത്ത പാലക്കാടിലെ കർഷകന്മാർ അവർ ലോൺ എടുക്കണം ബാങ്കിൽ നിന്ന് പണം കിട്ടാൻ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മാറ്റിമറിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ കണ്ണാടിയിലെ കർഷകരെ അഭിസംബോധന ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ തലങ്ങും വിലങ്ങും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ്. ആ ഫ്ലക്സ് ബോർഡിൽ പറയുകയാണ് ഞങ്ങൾ കേരളം മുഴുവൻ നന്നാക്കി എന്നാണ് പറയുന്നത്. ആ ഫ്ലക്സ് ബോർഡിനകത്ത് മുഖ്യമന്ത്രി പറയുകയാണ് നല്ല റോഡ് ഉണ്ടായി. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നല്ല റോഡ് ഉണ്ടായത്? നല്ല റോഡ് ഉണ്ടാക്കിയത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ജൽനൽ പദ്ധതി കൊണ്ടുവന്നു. ആരാ കൊണ്ടുവന്നത്? ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. ആ കുടിവെള്ള പദ്ധതി പോലും പാലക്കാടിന്റെ മണ്ണിൽ 14 പഞ്ചായത്തുകളിൽ മാത്രം നടപ്പിലാക്കിയ ഇവിടുത്തെ കേരളത്തിന്റെ പ്രതിപക്ഷമുണ്ടല്ലോ, ഭരണപക്ഷമുണ്ടല്ലോ, ആ ഭരണപക്ഷം ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷം എന്തേ തയ്യാറാവാതിരുന്നത്? പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, പാലക്കാട് എന്താണുള്ളത്? ഇവിടുത്തെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിലെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജ് ഒരു സ്കെൽറ്റനായിട്ട് നിലനിൽക്കുകയാണ്. മജ്ജയും മാംസവും ഇല്ലാത്ത മെഡിക്കൽ കോളേജ്. പാവപ്പെട്ടവൻ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫറൻസ് ചെയ്തു കൊടുക്കുന്ന ഒരു റെഫറൻസ് കേന്ദ്രമായി മാത്രം ആ മെഡിക്കൽ കോളേജ് മാറിയില്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ടറിയുന്ന, ഇന്ത്യയിലെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി നല്ല ബന്ധമുള്ള, ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ 12 പേരിൽ ഒരാളായി അമിത്ഷാജിയുടെ ടീമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന
ശോഭ പോയാൽ പോരെ MLA ആയിട്ട് ഇവിടെ നിന്ന് എന്നാണ് ഞാൻ എന്റെ പാലക്കാടിലെ സഹോദരന്മാരോട് ചോദിക്കുന്നത്. അതല്ലേ നല്ലത്? 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം ചെയ്യാൻ വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയുടെ ഒരു മാനിഫെസ്റ്റോയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോയാണ്. ഇന്ന് വികസന രേഖ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി വന്നത് കാർഷിക വകുപ്പ് മന്ത്രിയാണ്. അഖിലേന്ത്യാ തലത്തിൽ മധ്യപ്രദേശുകാരനാണ്. അദ്ദേഹം നമുക്ക് വാക്ക് നൽകി, നിങ്ങൾ ശോഭയെ വിജയിപ്പിക്കൂ, ദേശീയ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അത് പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഖിലേന്ത്യാ ടീം നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണ്ടേ എന്നുള്ള ചോദ്യം അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇവിടെ 2 സ്ഥാനാർത്ഥികളുണ്ട്. ഇവിടുത്തെ ഒരു അദൃശ്യ ശക്തിയാണ് ഈ 2 സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, LDFന്റെ സ്ഥാനാർത്ഥി ആരാ നിർത്തിയത്? LDFന്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗുകാരനല്ലേ? രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗുകാരനായിരുന്ന മിസ്റ്റർ റസാഖ് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായത് പ്രിയപ്പെട്ടവരെ? അപ്പൊ ഒരു അദൃശ്യ ശക്തി പാലക്കാടിന്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഈ പ്രദേശത്തെ മാത്തൂരിലെ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളോട് എന്റെ അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ തൊട്ടറിയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് ഈ നാടിനെ മാറ്റണം. ഈ നാടിനെ മാറ്റിമറിക്കാനും കേരളത്തിൽ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് MLA ആക്കുന്ന പക്ഷം കേരളത്തിലെ ഏറ്റവും നല്ല MLA എന്നുള്ള രീതിയിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ MLA കാണാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ കണ്ണാടിയിലും മാത്തൂരിലും പിരായിരിയിലും ഓരോ MLA ഓഫീസുകൾ ഉണ്ടാകും. നിങ്ങളുടെ മക്കളെ, എന്റെ മക്കളെ പോലെ പെൺകുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും കയറി വരാൻ സാധിക്കുന്ന ഒരു MLA ഓഫീസ് ഉണ്ടായാൽ ശോഭ ജയിച്ചാൽ പോരെ എന്നുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിനയപുരസരം ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ലീഡർ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ശ്രീമാൻ KC വേണുഗോപാലിനെതിരെയാണ് കഴിഞ്ഞ തവണ ഞാൻ ആലപ്പുഴയിൽ മത്സരിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊത്തളമായിട്ടുള്ള പുന്നപ്രയും വയലാറും ഞാൻ പറയണ്ടല്ലോ. ആ പുന്നപ്ര വടക്കും പുന്നപ്ര തെക്കും അവിടുത്തെ സഖാക്കന്മാർ ശോഭയെ സ്വീകരിച്ചു. താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി. കണ്ടല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ഈറ്റില്ലമായിരുന്ന കണ്ടല്ലൂർ പഞ്ചായത്ത് അവിടെ ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്ത് വന്നു. ശ്രീമാൻ KC വേണുഗോപാലിന്റെ ബൂത്തിൽ BJP 1ാം സ്ഥാനം, ശ്രീമാൻ സുധാകരൻ സാറിന്റെ ബൂത്തിൽ BJP 1ാം സ്ഥാനം. പ്രിയപ്പെട്ടവരെ, 8 പഞ്ചായത്തുകളിലെ ഭരണം പിടിച്ചെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിൽ ഞാൻ ആലപ്പുഴയിൽ നിന്നതെങ്കിൽ എനിക്ക് എന്റെ പാലക്കാടിലെ സ്നേഹനിധികളായ സഹോദരന്മാരോട് പറയാനുള്ളത്, ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസ്ഥാനവും പ്ലസ് നിങ്ങളുടെ ശോഭയുടെ കെമിസ്ട്രിയും വർക്കൗട്ട് ആകുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഭയപ്പാടോടുകൂടി നമ്മളെ നോക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വാക്ക് പറഞ്ഞത് പാലിക്കുന്ന നിങ്ങളുടെ സഹോദരിയായി ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ ഹൃദയ വികാരത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഇന്ന് ക്യാബിനറ്റ് മിനിസ്റ്ററോട് ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ 12 സ്മാർട്ട് സിറ്റികൾ ശ്രീമാൻ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു സ്മാർട്ട് സിറ്റി കിട്ടിയിട്ടുള്ളത് പാലക്കാടിനാണ്. പ്രിയപ്പെട്ടവരെ, ആ പാലക്കാട് കിട്ടിയ സ്മാർട്ട് സിറ്റി നരേന്ദ്രമോദിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കാൻ പോലും കേരളത്തിന്റെ ഭരണകൂടത്തിന് സാധിച്ചില്ല. നന്ദി പറഞ്ഞില്ലെങ്കിലും നന്ദി കേട് കാട്ടാൻ പാടുണ്ടോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. 1800 ഏക്കർ സ്ഥലം കേന്ദ്രം അക്വയർ ചെയ്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാലക്കാട് 1800 ഏക്കർ സ്ഥലത്തിനും ദേശീയ NDA എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ശ്രീമാൻ നരേന്ദ്രമോദി പണം കൊടുത്തു. എത്രയാ പണം? 3800 കോടി രൂപ ഈ പാലക്കാടിന് കിട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ സ്മാർട്ട് സിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ സുവർണ കോറിഡോറും വരുമ്പോൾ ഈ പാലക്കാടിനെ വികസിക്കാൻ, പാലക്കാടിന് വികസനത്തിന്റെ ഹബ്ബാക്കി മാറ്റാൻ, ഇവിടുത്തെ ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും മുന്നേറാൻ, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല കോളേജുകൾ ഉണ്ടാകാൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ
സഹകരിക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഈ റോഡിൽ നിങ്ങളുടെ മുന്നിൽ ആദ്യത്തെ സത്യപ്രതിജ്ഞ നിങ്ങളുടെ മുന്നിലാണ് ഞാൻ ചെയ്യുന്നത്. ആ സത്യപ്രതിജ്ഞ ഇങ്ങനെയാണ്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ അതത് നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന MLA-മാരിൽ 1ാം റാങ്കും വാങ്ങിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ എന്റെ സഹപ്രവർത്തകന്മാർ നൽകിയ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ്